ഇന്ന് പൂജാസ് കിഡ്സ് വേർഡിൽ 9ാം ക്ലാസ് കേരള പാഠാവലി പാദവാർഷിക പരീക്ഷയ്ക്കുള്ള മാതൃകാ ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 1 മാർക്ക് വീതം. ശ്രീമാന ഭിക്ഷുവങ്ങ് ചെന്നർത്ഥിച്ചാൻ എന്താണ് അർത്ഥിച്ചത്? ആഹാരം, വസ്ത്രം, ജലം, വീട്. ശരിയുത്തരം ജലം. 2ാമത്തെ ചോദ്യം. കുരുത്ത നാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോൻ ഈ വൃദ്ധൻ. വൃദ്ധൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ആരെ? ഡോക്ടറെ, പുളിമാവിനെ, വൻമലയെ, ബുദ്ധഭിക്ഷുവിനെ. ശരിയുത്തരം പുളിമാവിനെ. 3ാമത്തെ ചോദ്യം. ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല, ആർക്കും അതിന് അവകാശമില്ല. ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? പാത്തുമ്മയെക്കുറിച്ച്, ബഷീറിനെക്കുറിച്ച്, കാക്കകളെക്കുറിച്ച്, പാത്തുമ്മയുടെ ആടിനെക്കുറിച്ച്. ശരിയുത്തരം പാത്തുമ്മയുടെ ആടിനെക്കുറിച്ച്. 4ാമത്തെ ചോദ്യം. മനുഷ്യശക്തി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? മനുഷ്യൻ്റെ ശക്തി, മനുഷ്യനിലെ ശക്തി, മനുഷ്യനാകുന്ന ശക്തി, മനുഷ്യനും ശക്തിയും. ശരിയുത്തരം മനുഷ്യൻ്റെ ശക്തി. 5ാമത്തെ ചോദ്യം. അതൊന്നും വേണ്ട മകനെ, വൃദ്ധ പറഞ്ഞു. വെറുതെ കുട്ടികൾ പേടിക്കും. എൻ്റെ വേദന മാറി ഞാൻ തന്നെ പോയിക്കൊള്ളാം. ഇങ്ങനെ പറയാൻ വൃദ്ധയെ പ്രേരിപ്പിച്ചതെന്ത്? ആരും വീട്ടിൽ വരുന്നത് ഇഷ്ടമില്ലാത്തതിനാൽ, വീട്ടിലെ ദാരിദ്ര്യം അറിയാതിരിക്കാൻ, മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ, വീട് അലങ്കോലമായി കിടന്നിരുന്നതുകൊണ്ട്. ശരിയായ ഉത്തരം മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ. 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. 2 മാർക്ക് വീതം. 6ാമത്തെ ചോദ്യം. ഈ വൃദ്ധയെ റോഡിൽ കിടത്തി മരിപ്പിക്കാനാണോ തൻ്റെ ഉദ്ദേശ്യം? അയാൾക്ക് ഉദ്ദേശം 50 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം വ്യക്തമാക്കുക. ഉത്തരമാതൃക. ഉദ്ദേശ്യം എന്ന വാക്കിന് ലക്ഷ്യം എന്നാണ് അർത്ഥം. ഉദ്ദേശം എന്ന വാക്കിന് ഏകദേശം എന്ന അർത്ഥമാണ്. 7ാമത്തെ ചോദ്യം. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കുക. പ്രകൃതിയെ തൻ്റെ സൗകര്യാർത്ഥം മനുഷ്യൻ സ്വന്തം നിർമ്മിതികളിലൂടെ മാറ്റിത്തീർത്തു. അങ്ങനെയാണ് മനുഷ്യൻ അവൻ്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. ഉത്തരമാതൃക. പ്രകൃതിയെ തൻ്റെ സൗകര്യാർത്ഥം സ്വന്തം നിർമ്മിതികളിലൂടെ മാറ്റിത്തീർത്താണ് മനുഷ്യൻ അവൻ്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. 8ാമത്തെ ചോദ്യം. 1.5 കൊല്ലം മുമ്പ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതേപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞിവനാണ്. ഡോക്ടറുടെ എന്തു പ്രത്യേകതകളാണ് ഈ സന്ദർഭത്തിൽ തെളിയുന്നത്? ഉത്തരമാതൃക. ആനക്കുട്ടി വലുതായിട്ടും അതിനെ തിരിച്ചറിഞ്ഞത് ഡോക്ടറുടെ നിരീക്ഷണ പാടവം കൊണ്ടാണ്. ഡോക്ടർക്ക് ആന വെറുമൊരു മൃഗമല്ല, അദ്ദേഹത്തിന് ആനകളോട് വൈകാരികമായി അടുപ്പമുണ്ടായിരുന്നു. 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക. 4 മാർക്ക് വീതം. 9ാമത്തെ ചോദ്യം. കാർ ഒരു സീൽക്കാരത്തോടെ ധൃതിയിൽ ഓടിപ്പോയി. വൃദ്ധ ചിതറിക്കിടക്കുന്ന വെണ്ടയ്ക്കകളുടെ ഇടയിൽ ആ തെരുവിൽ ഒരു പൊളിഞ്ഞ പാവയെപ്പോലെ അങ്ങനെ കൊഴിഞ്ഞുകിടന്നു. പൊളിഞ്ഞ പാവ, കൊഴിഞ്ഞുകിടന്നു എന്നീ പ്രയോഗങ്ങൾ വൃദ്ധയുടെ ജീവിതാവസ്ഥയെ എങ്ങനെയെല്ലാം പ്രതിഫലിപ്പിക്കുന്നു വ്യക്തമാക്കുക. ഉത്തരസൂചനകൾ. വൃദ്ധയുടെ ജീവിത സാഹചര്യം, വാർദ്ധക്യത്തിൽ പച്ചക്കറി വാങ്ങാൻ തനിയെ പോകേണ്ടി വന്നത്, പൊളിഞ്ഞ പാവ എന്ന പ്രയോഗം ആർക്കും വേണ്ടാതായ ഒന്നിനെ സൂചിപ്പിക്കുന്നു. കൊഴിഞ്ഞു കിടന്നു എന്ന പ്രയോഗവും ആർക്കും വേണ്ടാതായതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സൂചനകൾ വികസിപ്പിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. 10ാമത്തെ ചോദ്യം. ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, ഭീതി വേണ്ട തരികതെനിക്കു നീ. അന്നത്തെ കാലഘട്ടത്തിൻ്റെ എന്ത് സൂചനയാണ് ഈ വരികളിലുള്ളത്? വ്യക്തമാക്കുക. സൂചനകൾ. കൊടിയ വരൾച്ചയുണ്ടായി, സകല ജീവജാലങ്ങളും വെള്ളത്തിനായി കേഴുന്ന കാലം. ജാതി വിവേചനം നിലനിന്നിരുന്നു. നീചനാരിയായ താൻ ശ്രേഷ്ഠനായ ബുദ്ധഭിക്ഷുവിന് വെള്ളം നൽകുന്നത് പാപമാകുമെന്ന് മാതങ്കി കരുതുന്നു തുടങ്ങിയവയൊക്കെ വികസിപ്പിച്ചുകൊണ്ടാണ് കുറിപ്പ് തയ്യാറാക്കുന്നത്. 11ാമത്തെ ചോദ്യം.
മനുഷ്യകുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായുണ്ട്. മനുഷ്യകുലത്തിൽ പെടാത്തവരായി പാത്തുമ്മയുടെ ആടിൽ കടന്നു വരുന്നവർ ആരെല്ലാം? പാഠഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇതിൻ്റെ ഉത്തരം അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഉത്തരം: എവിടുന്നോ വന്ന് ഉമ്മായുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ, അവരെ പേടിച്ച് മച്ചും പുറത്ത് സദാ ഓടി നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ, പുരപ്പുറത്തു നിന്ന് ബഹളം കൂട്ടുന്ന കാക്കകൾ, 10-100 കോഴികൾ, അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഇവരെ റാഞ്ചിക്കൊണ്ടുപോയി തിന്നു ജീവിക്കുന്ന എറിയനും പരുന്തും, കൂടാതെ ചുറുചുറുക്കുള്ള ഒരാടും. ഇങ്ങനെ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലോകമാണ് ബഷീർ അവതരിപ്പിക്കുന്നത്. 12ാമത്തെ ചോദ്യം: വൈലോപ്പിള്ളി കവിതകളുടെ മുഖ്യ സവിശേഷതകളായി ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എന്തെല്ലാം? വിശകലനം ചെയ്യുക. സൂചനകൾ: മാനവികത, വികസനം മൂലം നഷ്ടമാകുന്നത് എന്തൊക്കെയെന്ന് കാണിച്ചു തരുന്ന കവിതകൾ, അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് 2 മുഖമുണ്ട്, പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറുന്ന മനുഷ്യനെക്കുറിച്ച്, പ്രകൃതി ചൂഷണങ്ങളെ വിമർശനാത്മകമായി നോക്കിക്കാണുന്നവ, പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് എന്താകുമെന്ന ഉത്കണ്ഠ, സന്തുലിതമായ പാരിസ്ഥിതിക ദർശനം. ഇതെല്ലാം വികസിപ്പിച്ചുകൊണ്ടാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. 13ാമത്തെ ചോദ്യം: മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതുൾപ്പെടെയുള്ള മനുഷ്യൻ്റെ പ്രവൃത്തികൾ പ്രകൃതിയിലേൽപ്പിക്കുന്ന ആഘാതം എത്ര വലുതാണ് എന്ന് പുളിമാവ് വെട്ടി എന്ന കവിതയിലെ നിരവധി ദൃശ്യങ്ങളിലൂടെ കവി വ്യക്തമാക്കുന്നുണ്ട്. കവിത വിശകലനം ചെയ്ത് സ്വാഭിപ്രായം എഴുതുക. സൂചനകൾ: പുളിമാവ് വെട്ടാനൊരുങ്ങിയപ്പോൾ പ്രകൃതിയിലുണ്ടായ പ്രതികരണങ്ങൾ. ഉദാഹരണം: നാക്കുകടിച്ചു നിൽക്കുന്ന ഒട്ടുമാവ്, പച്ചത്തണൽ കൊത്തിയെടുത്ത് പറക്കുന്ന പറവ തുടങ്ങിയവ. പുളിമാവ് വെട്ടുന്നതോടെ പ്രകൃതിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എന്തെല്ലാം തുടങ്ങിയവയൊക്കെ വികസിപ്പിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. 14ാമത്തെ ചോദ്യം: മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധക്കണ്ണാടി കാന്തി ചിതറും നേർ. ഈ വരികളിലെ കാവ്യഭംഗി വിശകലനം ചെയ്യുക. കാവ്യസന്ദർഭം: വിറയാർന്ന കൈകളോടെയാണ് അവൾ വെള്ളം പകരുന്നത്. വിറയ്ക്കുന്ന ജലം മദ്യം പൊട്ടിയ കണ്ണാടി പോലെ കാണപ്പെടുന്നു. വെള്ളത്തിൻ്റെ തെളിമയും വിറയലും നുറുങ്ങിയ കണ്ണാടിച്ചില്ല് പോലെ എന്ന പ്രയോഗത്തിൻ്റെ ഭംഗി. ഇതെല്ലാം വികസിപ്പിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. അടുത്തത് 15 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 1 പുറം വീതം, 6 മാർക്ക് വീതം. 15ാമത്തെ ചോദ്യം: വാർദ്ധക്യത്തിൽ മക്കളുടെ സ്നേഹം ലഭിക്കാത്ത, എന്നാൽ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അമ്മയെയാണോ അമ്മ എന്ന കഥയിൽ കാണാൻ കഴിയുന്നത്? കഥയിലെ സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. സൂചന: കഥയിലെ സന്ദർഭങ്ങൾ വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുന്നു. 16ാമത്തെ ചോദ്യം: മുഖം കണ്ടാൽ അറിയില്ലേ, 1.5 കൊല്ലം മുമ്പ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതേപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ കൂടെയുണ്ടായിരുന്ന കുഞ്ഞിവനാണ്. ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു. പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് ഡോക്ടർ കെയും ആനകളും തമ്മിലുള്ള വൈകാരിക ബന്ധം വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക. സൂചന: പാഠഭാഗത്തെ സന്ദർഭങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പ് തയ്യാറാക്കുക. 17ാമത്തെ ചോദ്യം: മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ്. ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വാക്കുകൾ ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യഭാഗത്ത് പ്രകടമാകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. ഉത്തരസൂചന: സമൂഹത്തിൻ്റെ സമീപനം, ഭിക്ഷുവിൻ്റെ സമീപനം, മാതങ്കിയുടെ സമീപനം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വന്തം അഭിപ്രായവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം തന്നെ അടിസ്ഥാന പാഠാവലിയുടെ മാതൃകാ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം.